ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ ഒരു കിടിലം പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരീംബായി എന്തായാലും ദേവ്ജിയെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കൃഷിന് വേണ്ടപ്പെട്ട ഒരാളാണെന്ന് ദേവ്ജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും എനിക്കൊന്നും കൂടി താല്പര്യമായി എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. ദേവ്ജി എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കാതിരിക്കാതില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത്. പിന്നെ ഞാൻ ആ കൺമണിക്കുട്ടിയെ ഒന്ന് കണ്ടിട്ടില്ലല്ലോ, എനിക്ക് അവളെ ഒന്ന് കാണണം. ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി ഏറ്റെടുത്തത് എന്നുള്ളത് എനിക്ക് കൂടി ഒന്ന് അറിയണ്ടേന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം മാനസയും അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റിമ്മയും കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിയുടെ ഓരോരോ വീഴ്ചകളും ആസ്വദിച്ചുകൊണ്ടിരിക്കട്ടെ രണ്ടുപേരും. പിന്നീട് ആ അനിരുദ്ധൻ വന്നിട്ട് കൺമണിയെ ഒന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയുന്നത് വേറൊന്നുമല്ല, നീ എന്തിനാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് വരുണിൻ്റെ വീട്ടിൽ താമസിക്കാത്തതിനെ കുറിച്ചും, അല്ലെങ്കിൽ വരുണും അതുപോലെ തന്നെ കൃഷും തമ്മിലുള്ള അടിയിൽ അനിരുദ്ധന് നല്ല പരിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ധനലക്ഷ്മിയെ അടിച്ച കേസും എല്ലാം കൂടി അയാൾ പക വീട്ടാൻ ഇറങ്ങിയിരിക്കും കേട്ടോ. കൺമണി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ കരീംബായി അവിടെ വന്ന് ഇടപെടുന്നുണ്ട്. അനിരുദ്ധനെയും പഞ്ഞിക്കിടാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൺമണിയും അതുപോലെ തന്നെ ആ ഒരു കരീംബായും കൂടി നേരിട്ട് കണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കൺമണിക്കൊരു വലിയൊരു ആശ്വാസമായിട്ട് അയാളുണ്ട് കേട്ടോ കൂടെ. അതിനുശേഷം വീണ്ടും ബലരാമനെയാട്ടോ കാണിക്കുന്നത്. ബലരാമനോട് എരിപിരി കൂടി കൊടുക്കണം ക്രിമിനൽ ലോയർ. എല്ലാ സത്യങ്ങളും, അതായത് സുജുവും അതുപോലെ സാഗറുമാണ് തൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ തന്നെ ഉപേക്ഷിച്ച് വേണ്ടെന്ന് വെച്ച് പോയവരാണ്. അവരെന്ത് വെറുത്തുകൊണ്ടല്ലേ നിൽക്കേണ്ടതെന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബലരാമൻ്റെ മനസ്സിൽ ആ ഒരു തീക്കനൽ വാരിയിടാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും സാഗറിനോടും സുജാതയോടും വീണ്ടും പകയോടുകൂടി നിൽക്കുന്ന കേട്ടോ ബലരാമൻ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്. എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.